നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. 2027 മുതൽ കേരളത്തിൽ നിങ്ങളുടെ വൈദ്യുതി ബില്ല് കുതിച്ചുയരാൻ സാധ്യതയുണ്ടോ? അതോ നിങ്ങളുടെ പുരപ്പുറത്തെ സോളാർ നിങ്ങളെ സംരക്ഷിക്കുമോ? കേരളത്തിൽ 2027 ഏപ്രിൽ 1 മുതൽ വരാൻ പോകുന്ന പുതിയ KSEB താരിഫ് നിയമങ്ങളെക്കുറിച്ചും സാധാരണക്കാരായ നമ്മളെ അത് എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചും നമുക്ക് ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉള്ളതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. വരുന്ന 5 വർഷത്തേക്കുള്ള, അതായത് 2027 മുതൽ 2032 വരെയുള്ള പുതിയ വൈദ്യുതി നിരക്കുകൾ നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ KSEB ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ സാധാരണക്കാരെ സംബന്ധിച്ചൊരു പ്രധാന കാര്യമുണ്ട്. ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ എനർജി ചാർജിൽ വലിയ മാറ്റം ഉണ്ടാകില്ല എങ്കിലും എല്ലാ മാസവും നമ്മൾ അടയ്ക്കേണ്ട ഫിക്സഡ് ചാർജുകളിൽ നേരിയ വർധനവുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, KSEBക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായ ഏകദേശം 6500 കോടി രൂപയുടെ ഭീമമായ നഷ്ടം നികത്താൻ സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശവുമുണ്ട്. ഇത് നടപ്പിലാക്കാൻ 2031 മുൻപായി ഓരോ യൂണിറ്റ് വൈദ്യുതിക്കും 25 പൈസ വരെ പ്രത്യേക സർചാർജായി ഏർപ്പെടുത്താൻ സാധ്യതയും ഉണ്ട്. ഇതിനു പുറമെ ജനുവരി മുതൽ മെയ് വരെയുള്ള വേനൽക്കാല മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗത്തിന് യൂണിറ്റിന് 10 പൈസ വരെ സമ്മർ താരിഫും വന്നേക്കാം. അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും വലിയ മാറ്റം. ടൈം ഓഫ് ഡേ അഥവാ TOD മീറ്ററിംഗ്. നിലവിൽ പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിലാണ് ഇത് ബാധകം. എന്നാൽ പുതിയ നിയമത്തിൽ ഇത് 200 യൂണിറ്റ് ആയിട്ടൊന്ന് കുറച്ചേക്കും. ഇതോടെ കൂടുതൽ ആളുകൾ ഈ ഒരു മീറ്ററിംഗിന്റെ പരിധിയിൽ വരും. TOD മീറ്ററിംഗിൽ നിങ്ങൾക്ക് വലിയൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. പകൽ സമയത്ത് സുലഭമായ സോളാർ വൈദ്യുതിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ പകൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് നിലവിലെ 10% നിന്ന് 15 മുതൽ 25% വരെ വലിയ ഇളവ് ലഭിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷെ സൂക്ഷിക്കണം, വൈകുന്നേരത്തെ പീക്ക് സമയത്ത് വൈദ്യുതി ഉപയോഗിച്ചാൽ പണി കിട്ടും. പീക്ക് സമയത്തെ വൈദ്യുതിക്കുള്ള അധിക നിരക്ക് നിലവിലെ 25% നിന്ന് 50 മുതൽ 60% വരെ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നു. അതുമാത്രമല്ല, പീക്ക് സമയം രാത്രി 10 മണി എന്നത് 11 മണിയോ 12 മണിയോ വരെ നീട്ടാനും സാധ്യതയുണ്ട്. അതായത് വാഷിംഗ് മെഷീൻ, ഹീറ്റർ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് എന്നിവ പകൽ സമയത്തേക്ക് മാറ്റുന്നത് ഇനി മുതൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭം നൽകും. അപ്പോൾ പകൽ സമയത്ത് വഴിയിലൂടെ ഓടിക്കേണ്ട വാഹനം വീട്ടിലിട്ട് ചാർജ് ചെയ്താൽ മതിയോ എന്നുള്ള ചോദ്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു. അത് KSEB ആണ് ഉത്തരം തരേണ്ടത്. അപ്പോൾ വീട്ടിൽ സോളാർ വെക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2026 ജനുവരി മുതൽ കേരളത്തിൽ സോളാർ പ്രൊസ്യൂമർമാർക്കായി പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. പഴയ സോളാർ ഉപഭോക്താക്കൾ പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവർക്ക് പഴയതുപോലെ തന്നെ തുടരാനാണ് സാധ്യത. എന്നാൽ ഇനി പുതിയതായി സോളാർ വെക്കുന്നവർ ശ്രദ്ധിക്കണം. 3 കിലോ വാട്ടിന് മുകളിലുള്ള സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അതിൽ പൂർണ്ണമായ നെറ്റ് മീറ്ററിംഗ് കിട്ടാൻ 30% ശേഷിയുള്ള ബാറ്ററി സ്റ്റോറേജ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ബാറ്ററി വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നെറ്റ് ബില്ലിംഗ് എന്ന പുതിയ രീതി തിരഞ്ഞെടുക്കാം. എന്നാൽ ഇതിൽ KSEB ഗ്രിഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതിക്ക് കുറഞ്ഞ വിലയും അവിടെ നിന്നും തിരികെ എടുക്കുന്നതിന് ഉയർന്ന വിലയും ആയതിനാൽ സാമ്പത്തികമായി വലിയ ലാഭമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. കൂടാതെ 10 കിലോ വാട്ടിന് മുകളിലുള്ള വലിയ പ്ലാന്റുകൾക്ക് യൂണിറ്റിന് 1 രൂപ വരെ ഗ്രിഡ് സപ്പോർട്ട് ചാർജും നിങ്ങൾ നൽകേണ്ടി വന്നേക്കാം. ഇനി സോളാർ ഉപഭോക്താക്കൾക്ക് ഒരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്, അതും പറയണമല്ലോ. സോളാർ ഉള്ള വീടുകളിൽ അമിതമായ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് KSEB ഈടാക്കുന്നത് വലിയ പരാതികൾക്ക് കാരണമായിരുന്നു. എന്നാൽ ഇത് പരിഷ്കരിച്ച് ഇനി മുതൽ വീട്ടിലെ അറ്റ ഉപയോഗത്തിന്, അതായത് നെറ്റ് കൺസംഷന് മാത്രമേ ഡിപ്പോസിറ്റ് ഈടാക്കുകയുള്ളൂ എന്ന് KSEB അടുത്തിടെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ സോളാറിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി KSEBയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ ആ അധികമായി എടുത്ത വൈദ്യുതിക്ക് മാത്രം ഡിപ്പോസിറ്റ് നൽകിയാൽ മതിയാവും. നിങ്ങൾ മുമ്പ് കൂടുതൽ തുക അടച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്തടുത്ത ബില്ലുകളിൽ കുറവ് ചെയ്തു തരികയോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരികെ നൽകുകയോ ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 2027 മുതൽ സ്മാർട്ടായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാം. പ്രത്യേകിച്ച് പകൽ സമയത്ത് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ശീലം വളർത്തിയെടുക്കണം. സോളാർ വെക്കുന്നവർ ബാറ്ററി കൂടി ഉൾപ്പെടുത്തി ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കണം. വരാൻ പോകുന്ന ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.